ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ ഡേ ഒന്നും വേണമെന്നില്ലടോ. സത്യം പറഞ്ഞു, ഫോർ എക്സാമ്പിൾ ഈ ബാംബു പ്ലാന്റ് നോക്ക്. ഇതെനിക്ക് എന്റെ മിസ്റ്റർ ഹസ്ബൻഡ് ഹൈദരാബാദ് പോയപ്പോ കൊണ്ടുവന്നാണ്. വെരി തോട്ട്ഫുൾ ഓഫ് ഹിം അല്ലെ. നമ്മുടെ നാട്ടിൽ കിട്ടാത്തതൊന്നല്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ഇഷ്ടപ്പെടുന്നവരെ നമുക്ക് വേണ്ടിയിട്ട് ഒരു എഫേർട്ടൊക്കെ ഇട്ടിട്ട് ദൂരത്തുനിന്നൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരു സന്തോഷം അല്ലേ. അതിപ്പോ ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും വിൽ ബി ഹാപ്പി ടു റിസീവ് ഇറ്റ്. ഞാൻ അങ്ങനെയാണ്. പിന്നെ ഈ അടുത്തിടെ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ശീലം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബീറ്റ് ലിറ്റിൽ, അല്ലെങ്കിൽ എത്ര ടൈനി ആയിട്ടുള്ള കാര്യമാകട്ടെ, ബി ഗ്രേറ്റ്ഫുൾ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടുന്ന ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഇനി ഹാപ്പി ആയിക്കോട്ടെ സാഡ് ആയിക്കോട്ടെ, ബി ഗ്രേറ്റ്ഫുൾ. കാരണം നമ്മളറിയാത്തൊരു റീസൺ അതിൻ്റെ ബാക്കിലുണ്ടാവും. നമ്മളറിയാത്ത പക്ഷെ ദൈവത്തിന് അറിയാവുന്ന ഒരു റീസൺ അതിൻ്റെ ബാക്കിലുണ്ടാവും. അതങ്ങനെയാണ്, ബി ഗ്രേറ്റ്ഫുൾ. പക്ഷേ കാര്യം എന്താ വെച്ചാല് ഇതൊക്കെ റിയലൈസ് ചെയ്യാൻ ഒരുപാട് ടൈം എടുത്തു. പക്ഷെ കുഴപ്പമില്ല, ഇറ്റ്സ് നൗ ഓർ നെവർ എന്നാണല്ലോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വരുന്നത് ഒരു വിൻറ്റേജ് ഹാർട്ട്, കാർഡ് അല്ലെങ്കിൽ ഫ്രെയിം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാനിത് ഫ്രെയിം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. എനിവേസ്, റാൻഡമായിട്ട് ഒരു ചാർട്ട് പേപ്പർ എടുക്കാം, അത് നടുവേ ഫോൾഡ് ചെയ്യാം, എന്നിട്ട് അതിൽ ഹാർട്ടിന്റെ ഒരു ഹാഫ് ഷേപ്പ് ഉണ്ടാവില്ലേ, അത് വരച്ചു കൊടുക്കാം, എന്നിട്ട് അതിന് മുകളിൽ കട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയ ഹാർട്ട് കിട്ടും. എന്നിട്ട് നിങ്ങൾ ആ വലിയ ഹാർട്ട് എടുത്തിട്ട് ഒരു കാർഡ്ബോർഡ് പീസിൽ ട്രൈ ചെയ്തിട്ട് മറ്റൊരു വലിയ ഹാർട്ട് ഉണ്ടാക്കുന്നു. പിന്നെ അത് രണ്ടും മുട്ടിക്കുന്നു, എന്നിട്ട് റെഡ് പെയിന്റ് അടിക്കുന്നു. ഇനി വീണ്ടും എൻ്റെ ഇതൊരു വലിയ ഹാർട്ടാണല്ലോ, അപ്പോൾ എൻ്റെ കയ്യിൽ വലിയ ലൈസോ ഡോയിലിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതേ ഹാർട്ട് വീണ്ടും ഒരു വൈറ്റ് പേപ്പറിൽ അല്ലെങ്കിൽ ചാർട്ടിൽ ട്രേസ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തേക്ക് ഒരു ലിഡ് വെച്ച് ഒരു സർക്കിൾ ഉണ്ടാക്കിയിട്ട് ഇത് വെച്ച് ഒരു സ്കാലപ്പ് വർക്ക് പോലെ, അതായത് ഹാർട്ടിന് ചുറ്റും നിങ്ങൾ ഷോൾസിലൊക്കെ ചെയ്യുന്ന സ്കാലപ്പ് വർക്ക് കണ്ടിട്ടുണ്ടാവില്ലേ, അതുപോലെ അത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ. ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാണ് ഡെക്കറേഷനോട് ഡെക്കറേഷൻ. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ നിങ്ങൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, എവിടെ യൂട്ടിലൈസ് ചെയ്യാം. ഇതിൽ ഞാൻ ഒരു പേപ്പർ പാക്ക് കാണിക്കുന്നുണ്ട്. ആ പേപ്പർ പാക്ക് എനിക്ക് സെൻഡ് ചെയ്ത് തന്നത് ലെൻസ് ആർട്ട് ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ്. ആൻഡ് നമ്മുടെ പേര് സിമിലറായി അങ്ങനെ ഫ്രണ്ട്സായി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആൾ എനിക്ക് അയച്ചിരുന്ന പേപ്പർ പാക്സും കുറച്ച് വെല്ലം ഷീറ്റ്സും സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനതൊക്കെ സേവ് ചെയ്ത് വെക്കായിരുന്നു ഇത്രയും കാലം. ഞാനത് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് മാത്രമേ എടുക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ആളിത് സെയിൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുറേ വർഷങ്ങളായത് എൻ്റെ കയ്യിൽ കിടക്കുന്നു. ഇപ്പോഴാണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് സെലീൻ. പിന്നെ ഞാനൊരു ക്രീപ്പ് പേപ്പർ തന്നെയാണെന്ന് തോന്നുന്നു ഇതിനെ പറയാം. ക്രീപ്പ് പേപ്പർ വെച്ചിട്ട് അതൊരു 2 സെന്റിമീറ്ററുള്ള ഒരു സ്ട്രിപ്പ് പോലെ കട്ട് ചെയ്തെടുത്തിട്ട് അത് ഫുൾ റഫിൾസ് പോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ആർട്ട് സപ്ലൈസ് ഉണ്ടോ നിങ്ങൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുക, എവിടെയൊക്കെ യൂസ് ചെയ്യാമെന്ന്. ഒരു കോമഡി എന്താ വെച്ചാൽ എൻ്റെ കയ്യിലുള്ള വാഷി ടൈപ്സ് ഒന്നും വാഷി ടൈപ്സ് പറയുമ്പോൾ വാഷി ടൈപ്സ് ആണ്, പക്ഷേ ഒന്നും സ്റ്റിക്കിങ് അല്ലടോ. എൻ്റെ ഗമ്മൊക്കെ പോയിട്ടുള്ള ഡബിൾ സൈഡ് ടൈപ്പ് വെച്ചിട്ടാണ് ഈ വാഷി ടൈപ്സ് ഒക്കെ ഒട്ടിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ ആ പിങ്ക് ലേസ് ഒക്കെ ഒട്ടിക്കുന്നത്. ലൈക്ക് ഐ സെഡ്, എവിടുന്ന് അങ്ങോട്ട് ഞാൻ ഫുൾ എൻ്റെ കയ്യിലുള്ള സപ്ലൈസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാണ്, എന്തൊക്കെയുണ്ട് എവിടെയൊക്കെ യൂസ് ചെയ്യുന്ന പറഞ്ഞ് കുഞ്ഞു ഓൺവെലപ്പ് ചെയ്തിട്ട് അതോടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ റാൻഡമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഈ ഹാർട്ട് എങ്ങനെയെങ്കിലും ഫില്ല് ചെയ്യാം, അത്രേ ഉള്ളൂ. എൻ്റെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് എങ്ങനെയൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുമോ ബ്യൂട്ടിഫുൾ ആയിട്ട് അതൊക്കെ ഞാൻ ചെയ്യാണ്. ആൻഡ് BTW, ഈ ഹാർട്ടിൽ ഇരിക്കുന്നത് മിസ്റ്റർ ഹസ്ബൻഡ് ആൻഡ് മൈ വൺ ആൻഡ് ഓൺലി സൺ, എൻ്റെ ഒരേ ഒരു മകനും കൂടെയാണ്, എൻ്റെ ഒരേ ഒരു മോനും കൂടെയാണ്. ഇസ്ന്റ് ദിസ് ക്യൂട്ട്? ഇത് ഞാൻ എടുത്ത അവരുടെ ഫസ്റ്റ് പിക്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഫൈനലി എൻ്റെ കയ്യിലുള്ള ഒരു പേപ്പർ ബാഗിൻ്റെ ലേസും കൂടി വെച്ച് കൊടുത്തിട്ട് ഒരു ഹുക്ക് പോലെ സെറ്റ് ചെയ്യാണ് ബാക്കിൽ. ഫൈനലി ഇതാണ് നമ്മളുടെ വോൾ ആർട്ട്. സത്യം പറഞ്ഞ തുടക്കത്തിൽ ഇതെങ്ങനെയാണ് എൻ്റെ അപ്പ് ചെയ്യുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഉണ്ടായിട്ടില്ല. ചെയ്ത് വെച്ച് എന്തൊക്കെയൊക്കെ ആയി. ആൻഡ് ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ലേ, അതെനിക്ക് വന്നു കേട്ടോ, ടു ബി ഹോണസ്റ്റ്. ആൻഡ് ഇതുപോലൊക്കെ നിങ്ങളുടെ ലൗഡ് വൺസിന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളുടെ ഗിവ് അവേനെ പറ്റിയിട്ട് മറക്കല്ലേ. അപ്പം അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.